ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർദ്ര മീഡിയ. നമ്മളിന്ന് കോളിഫ്ലവർ വെച്ചിട്ട് മഞ്ചൂരി ഉണ്ടാക്കാൻ പോവാണ്. നല്ല ഗോബി മഞ്ചൂരി, നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയാണ്. എല്ലാവർക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടത് ഒരു കോളിഫ്ലവറാണ്. ഞാൻ ഒരു മീഡിയം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് നല്ലപോലെ അങ്ങനെ ഓരോ പീസുകളായിട്ട് അടർത്തി ഒന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക. നല്ലപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിടണം. നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഉപ്പ്. ആ ഒരു കോളിഫ്ലവർ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കോളിഫ്ലവർ കഴുകി അതിൻ്റെ വെള്ളം വന്നതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. അതൊന്നൊരു ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു 2-3-4 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. ഒരു മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തിളയ്ക്കുക. ഒന്ന് തിളച്ചാൽ മതി, അധികം വെന്തങ്ങനെ പോവണ്ട, കാരണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 3 സ്പൂണ് കോൺഫ്ലവർ എടുക്കുക. കോൺഫ്ലവർ നമ്മുടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ആ ഒരു മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മാത്രം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ തന്നെ മുളക് പൊടി. അതിനോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്കൊരു സ്വല്പം ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ബാറ്ററിലേക്കാണ് നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ നമ്മളിപ്പം വാങ്ങി വെച്ചേക്കുന്നതെടുത്ത് ഒന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയതിലേക്ക് നമ്മുടെ വെള്ളം വാർന്നിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. ഈ ഒരു കോളിഫ്ലവർ വറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചില്ലി സോസില്ല, അതിനുവേണ്ടി ഒരു 6-7 വറ്റൽമുളകും 4 വെളുത്തുള്ളിയും ചേർത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. ചില്ലി സോസ് വേഗം റെഡിയാക്കാൻ പറ്റും അങ്ങനെ. അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കോൺഫ്ലെക്സിൽ ആ ഒരു ബാറ്ററിൽ മുക്കിയത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങനെ ഭയങ്കര ഫ്രൈ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു മീഡിയം ലെവലിലെത്തുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അതൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പ്രോസസ്സ് വേറെ ഉണ്ട്. ഒനിയൻ ഒരു മീഡിയം 2 ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിതെല്ലാം വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ബാറ്റർ അധികം വന്നിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യമുണ്ട്, അതിലേക്ക് വെക്കണം. ഈ ഒരു വറുത്ത എണ്ണയിൽ തന്നെ നമുക്കൊരു കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണയിലേക്ക് ഈ ഒരു ഒനിയൻ കട്ട് ചെയ്തതിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്കൊരു സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് നമ്മൾ തന്നെ റെഡി ചെയ്തതാണ്. അതിലേക്കൊരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 2 സ്പൂണ് സോയാ സോസും ഒരു സ്പൂണ് കെച്ചപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്, ടൊമാറ്റോ സോസിൻ്റെ. ആ ഒരു സോസും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം, പക്ഷെ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. അത്രയും ഉണ്ടായിരുന്ന വെളുത്തുള്ളി ഞാൻ ചില്ലി സോസിൻ്റെ കൂടെ അരച്ചിടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡറും ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ലേശം ഉപ്പ്, നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ബാറ്ററിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രേവിക്കൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു തിക്കായിട്ട് ഈ ഒരു ഗ്രേവി വരും. അതിലേക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ഈ ഒരു കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശരിക്കും തീ വേണമെന്നില്ല, ആവശ്യത്തിന് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കഴിഞ്ഞ് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്. ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഉള്ളി വഴറ്റുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇത്ര സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ മതി ചെയ്യാനായിട്ട്. ഈ ഒരു ഇതിൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളുമായിരുന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും